നേരം പുലർന്നിട്ടേ ആലപ്പുഴയിലേക്ക് എത്തൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമാണ്, ജന്മനാടാണ്. നിരവധി ആളുകൾ അവിടെ എല്ലാം കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഹരിപ്പാട് ഇപ്പോൾ ആൽവിൻ തോമസ് കൂടിയുണ്ട്. ആൽവിൻ, ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ വലിയ ജനസഞ്ചയമായിരിക്കും. നമ്മൾ ഇതുവരെ കണ്ടതിനെക്കാട്ടും ഏറെ ആളുകളെ തീർച്ചയായും പ്രതീക്ഷിക്കാം. കാരണം നേരം പുലർന്നു, കൂടുതൽ ആളുകൾ അവിടേക്ക് പ്രതികൂല കാലാവസ്ഥയിലും എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ ആൽവിൻ എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ ഒരു ജനക്കൂട്ടം എങ്ങനെയാണ് വീസിനൊക്കെ? അരുണ്യ, നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഹരിപ്പാട് ജംഗ്ഷനിലാണ്, KSRTC സമയമുള്ള ജംഗ്ഷനിലാണ്. അവിടെ ഏതാണ്ട് രാത്രി സമയം മുതൽ തന്നെ പ്രവർത്തകരൊക്കെയും ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. VS-നെ ഒരു നോക്ക് കാണാനായി പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ VS-നെ സഖാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുമൊക്കെ കണ്ട ആളുകളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അവരൊക്കെയും ഇവിടെ വന്ന് എപ്പോൾ വന്നു ചേട്ടാ? ഞങ്ങൾ എറണാകുളത്ത് വരെയാണ്, കിഴക്കമ്പലം. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 3 മണിക്കൂറായി. 3 മണിക്കൂറായി. എന്തായാലും VS-നെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. VS-ൻ്റെ സമരകാലങ്ങളും VS-ൻ്റെ ഭരണകാലങ്ങളും ഒക്കെ ഓർമ്മയില്ലേ? തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു നേതാവ് കനൽ വഴികൾ താണ്ടിക്കൊണ്ട് ചോരപ്പുഴകൾ കടന്ന് വന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഒരിക്കലും കേരളം മറക്കില്ല. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്ന് ഈ പ്രതികൂല കാലാവസ്ഥയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ 3 ദിവസമായി കേരളം മലയാളികൾ ഉറങ്ങിയിട്ട്. അത്രമാത്രം പ്രിയങ്കരനായ ഒരു സഖാവായിരുന്നു VS. ഒരിക്കലും മറക്കില്ലാത്ത ഒരു സഖാവാണ്. പാർട്ടി പ്രവർത്തകനാണോ? പാർട്ടി പ്രവർത്തകനാണ്. ഈ VS-ൻ്റെ കാലഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല? ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ഞാൻ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. VS-ൻ്റെ കാലഘട്ടത്തിലൊക്കെയും പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ. ആ കാലത്ത് എങ്ങനെ ഓർത്തെടുക്കാം? ആ കാലഘട്ടത്തിൽ VS-നെ സംബന്ധിച്ച് വളരെ കഷ്ടപ്പെട്ട് അനീതികൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയൊരു ധീരസഖാവാണ് അദ്ദേഹം. മതികെട്ടാൻ മലകളിലും മറയൂരും മൂന്നാറും അങ്ങനെയുള്ള സമര കേന്ദ്രങ്ങളിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ച നേതൃത്വം നൽകിയ ഒരു സഖാവാണ്. അതുപോലെ തന്നെ പാലക്കാട് പ്ലാച്ചിമട സമരത്തിലും കാസർഗോഡ് എൻഡോസൾഫാൻ സമരത്തിലും ശക്തമായ രീതിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് സമരങ്ങളെ വിജയിപ്പിച്ച് സാധാരണക്കാരുടെ കൂടെ നിന്ന ശക്തനായ ഒരു നേതാവാണ് അദ്ദേഹം. ഒരിക്കലും കേരളം മലയാളികൾ അദ്ദേഹത്തെ മറക്കില്ല എന്നുള്ളൊരു സത്യമായ കാര്യമാണ്. അതാണ് സ്വാതി, നമുക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ CPM-മായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു. VS-ൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും കണ്ടു നടന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സമരപാതകൾ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. നമുക്ക് കാണുന്നത് പോലെ സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, പ്രായമായിട്ടുള്ള ആളുകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവരെല്ലാവരും ഏതാണ്ട് രാത്രി മുതൽ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ് VS-നെ ഒരു നോക്ക് കാണാൻ. ഈ ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS എത്തുമ്പോൾ VS-നെ ഒരു നോക്ക് കാണാൻ എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾ 2 മണിയായി കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതെ ഇവിടെ ഉള്ളതാ. ഉണ്ട് അതെ, ഇഷ്ടമാണ്. ആലപ്പുഴ മണ്ണിലുള്ളവരൊക്കെ തന്നെയാണ്, സ്ത്രീകളുണ്ട്. ഞങ്ങൾ ഒരു 10 മണിയായപ്പോഴേക്ക് എത്തി. അല്ലല്ല, കിഴക്കമ്പലമാണ്. എറണാകുളത്തുനിന്ന് വരികയാണ്. എറണാകുളത്ത് വരികയാണ്. VS-നെ കണ്ടിട്ടേ പോകത്തുള്ളൂ. കിഴക്കമ്പലത്ത് നിന്ന് തന്നെയാണ്. VS-നെ കണ്ടിട്ടേ പോകുള്ളൂ. ഈ നമ്മൾ സംസാരിച്ചപ്പോൾ പാലക്കാട് നിന്നുള്ള ആളുകളുണ്ട്, എറണാകുളത്തു നിന്നുള്ള ആളുകളുണ്ട്, അയൽ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അവരൊക്കെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് VS-നെ ഒരു നോക്ക് കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഹരിപ്പാടാണ് നമ്മളുള്ളത്. ഹരിപ്പാട് എന്ന് പറയുമ്പോൾ ആലപ്പുഴയുടെ മണ്ണാണ്. VS-ൻ്റെ സമര പാതകൾ തുടങ്ങിയത് ഈ മണ്ണിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. VS തുടങ്ങിയത് ഈ മണ്ണിൽ നിന്നാണ്. ഇപ്പോഴും ജനസഞ്ചയം ഇവിടെ തടിച്ചുകൂടിയുണ്ട്. എപ്പോഴാണ് എത്തിയത്? 2 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. എന്നെ കണ്ടിട്ടേ പോകത്തുള്ളൂ. VS-ൻ്റെ സമരനാളുകളും മുഖ്യമന്ത്രിയായിരുന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിച്ച ഒരാളാണല്ലേ? യുവാക്കളായിട്ടുള്ള ആളുകളുണ്ട്. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണോ അതോ VS-നെ കാണാൻ വേണ്ടി വന്നതാണോ? കാണാൻ വേണ്ടി വന്നത്. ഒരു 1 മണി ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്തായാലും 6 മണിയൊക്കെ ആവും വരുമ്പോഴത്തേക്ക്. എന്തായാലും കണ്ടിട്ടേ പോത്തും. കണ്ടിട്ടേ പോകും. എന്താണ് VS എന്ന് ഓർമ്മയില്ല, മനസ്സിലാവും? അപ്പൂപ്പനും അമ്മയൊക്കെ കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ എന്നെ അവർ കമ്മ്യൂണിസ്റ്റാക്കി അങ്ങനെ കുറേ പറഞ്ഞൊരു അങ്ങനെ ഒരു ഇതിനു വേണ്ടി കാണാൻ വന്നേ. കണ്ടിട്ടില്ല, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നേ. VS-ൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തെയും പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലേക്ക് കണ്ടിട്ടുണ്ടോ? അപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ ആ പ്രായത്തിൽ വോട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം പണ്ട് പറഞ്ഞ ഓർമ്മ അത്രയേ ഉള്ളൂ.
യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെയും അവർ പറയുന്നത് VS-നെ ഒരു നോക്ക് കാണുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനാണ് അവരിവിടെ ഈ രാത്രി മുതൽ തന്നെ ഈ പുലർച്ചെ കഴിയുമ്പോൾ ഈ ഇവിടെ എത്തിച്ച് മണിക്കൂറുകൾ ഇവിടെ നിന്നുകൊണ്ട് അവർ VS-നെ കാണുന്നതിന് ഉള്ളത്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഹരിപ്പാട്. ഇവിടെ തന്നെ VS-ന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്. കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതാണ് നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് ഹരിപ്പാട് ജംഗ്ഷൻ KSRTC ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ മുൻ MLA കൂടിയായ TK ദേവകുമാറൊക്കെ ഉൾപ്പെടെ ആളുകൾ ഇവിടെ ഉണ്ട്. പാർട്ടിയുടെ സഖാക്കളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ ആളുകളുണ്ട്. അവരൊക്കെയും VS-നെ കാണുക, VS-നെ ഒരു നോക്ക് കാണുക, അന്തിമോപചാരം അർപ്പിക്കുക എന്നത് മാത്രമാണ് അവർക്ക് ആ ലക്ഷ്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിലും ഈ പുലർച്ചെയും വരെ ഇവർ കാത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ ഓച്ചിറ കടന്നാൽ സ്വാഭാവികമായും ആലപ്പുഴയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്കാണ് വരുന്നത്. ആലപ്പുഴയുടെ അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് KPSC ജംഗ്ഷനിലേക്ക് എത്തി അവിടെ നിന്ന് തുടർന്ന് വിലാപയാത്ര മുന്നോട്ടേക്ക് നീങ്ങും. അവിടെ നിന്ന് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഈ ഇങ്ങോട്ടേക്ക് നങ്ങ്യാർകുളങ്ങര കഴിഞ്ഞാൽ ഹരിപ്പാട് എത്തിച്ചേരുക ആണ് ഉള്ളത്. പിന്നീടുള്ള ഠാണപ്പടി, കരുവാറ്റ, തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ ടൗൺ ഇത്തരം സ്ഥലങ്ങൾ പിന്നിട്ടുകൊണ്ട് വേണം വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലെത്തി VS-ന്റെ പുന്നപ്രയിലെ വേലിക്കകത്തെ വീട്ടിലേക്ക് ഈ ഭൗതിക ശരീരം എത്തുന്നത്. ഈ ഇത്രയും പോയിന്റുകൾ കടക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ്. ജനലക്ഷങ്ങൾ ഒരുപക്ഷെ ഈ മണിക്കൂറുകൾക്കിടയിൽ VS-ന് അന്തിമോപചാരം അർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്നും മണിക്കൂറുകൾ നീണ്ടാണ് ഇപ്പോൾ ഈ വിലാപയാത്ര എത്തിച്ചേരുന്നത്. ഈ സമരനായകനെ ഒരു നോക്ക് കാണാൻ വഴിയിലാകെ ഇപ്പോഴും ജനം തടിച്ചുകൂടി നിൽക്കുകയാണ്. കനത്ത മഴയുണ്ട് പലയിടങ്ങളിലും. ഇതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് അവർ VS-നെ കാണാനായി ഒരു അന്തിമോപചാരം അർപ്പിക്കുന്നതിനായൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. CPM-ന്റെ പാർട്ടി